അത് പറയേണ്ട ഇളവന കരിമല്ല. ഇവരുടെ ആനുകൂല്യങ്ങൾ നൽകേണ്ട ചുമതല മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമുണ്ട്. അതിനു പകരം പാർട്ടിയുടെ സർക്കാരുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ കൊണ്ട് ഒരു പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതിയാൽ അതൊന്ന് അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറല്ല, ആശാവർക്കർമാരും തയ്യാറല്ല. അതുകൊണ്ട് അവരെല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ചില യൂട്യൂബ് ചാനലുകാരെ വിലക്കെടുത്ത് ഇവർ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഈ സമരം അവസാനിക്കില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പരിപൂർണ പിന്തുണ ഇവർക്കുണ്ട്. ഈ സമരം വിജയിക്കും. അതിന് ഉള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടിയും ജനങ്ങളും അവരോടൊപ്പം ഉണ്ട്. മാത്രമല്ല, ഉള്ള ഓണറേറിയം തന്നെ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. 2 മാസം കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ 1 മാസത്തെ പോലും ഇപ്പോഴും കുടിശ്ശിക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, 7,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ 21,000 രൂപയെങ്കിലും ചോദിക്കുന്നത്. അത് ആ മാന്യമായിട്ടുള്ള സഹായം അവർക്ക് നൽകണം. ഈ ഫീൽഡിൽ ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന ആശാവർക്കർമാരെ ഒരിക്കലും ദ്രോഹിക്കുന്ന സമീപനം ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. തരൂരിന്റെ വിഷയമൊന്നും ഇപ്പം അത്ര ഗൗരവമുള്ളതല്ല. അതിനെക്കുറിച്ച് പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളെ സനാഥരാക്കാൻ ഇപ്പം ആരും ഇറങ്ങേണ്ട ആവശ്യമില്ല. സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെ 51 വെട്ടുവെട്ടി കൊന്നവര് ഞങ്ങളുടെ പാർട്ടിക്കാരെ രക്ഷിക്കാൻ വരണ്ട. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സ്വന്തം പാർട്ടിക്കാരുടെ കാര്യം നോക്കിയാൽ മതി. അയൽവക്കത്തെ പ്രശ്നങ്ങൾ നോക്കിയിട്ട് അവിടെ പരിഹരിക്കാൻ നടക്കേണ്ട. ആദ്യം സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക. അത്രേ തോമസ് ഐസക്കിനോടും ഗോവിന്ദൻ മാഷോടും പറയാനുള്ളൂ. അതാ പറഞ്ഞത്, അതാണല്ലോ അവരുടെ ബന്ധം. കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറഞ്ഞ ഏക BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്ന ആരാ? പിണറായി വിജയൻ. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. അതാണ് ഇവര് തമ്മിലുള്ള ബന്ധം ഞങ്ങൾ പറയുന്നത്. ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഞങ്ങൾക്ക് അത് അടുത്ത ഇലക്ഷനിൽ ഈ ബന്ധം ഉണ്ടാവും. അതിനെ ഞങ്ങൾ പൊളിക്കും, സംശയമൊന്നുമില്ല. ഒരു സാധ്യതയില്ല. കാരണം 3ാം പിണറായി സർക്കാർ എന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. നിലം തൊടില്ല ഇടതുപക്ഷം. ഈ തരൂർ ഇങ്ങനെ പറയുന്നത്, പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു, ഈ സാധാരണ പാർട്ടിക്കാരുണ്ട്, അവർക്ക് വലിയൊരു വിഷമമുണ്ടാക്കുന്നതല്ലേ? അല്ല, ഏതായാലും പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞാൽ കൂടുതൽ ചർച്ചയിലേക്ക് പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അവഗണിക്കുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്.